BJP നേതാവ് PR ശിവശങ്കർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ശിവശങ്കർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലസ്ഥാന നഗരത്തിലേക്കുള്ള ഈ വരവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി, ശബരിമല സ്വർണ്ണക്കൊള്ള വിലയിരുത്തി. അതോടൊപ്പം എങ്ങനെയാണ് ഒരു വികസിത കേരളം, അനന്തപുരി എന്നുള്ള വികസിത നഗരം എങ്ങനെയാണ് BJP വിഭാവനം ചെയ്യുന്നത് എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. താങ്കൾ അദ്ദേഹത്തിന്റെ വരവിനെ ഇതെങ്ങനെയാണ് കാണുന്നത്? കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്ന്, തിരുവനന്തപുരത്തിന്റെ വികസനവും അതുപോലെ തന്നെ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ഒരു ചൂണ്ടുപലകയും. രണ്ട്, കേരളത്തിൽ നടക്കുന്ന അഴിമതിയും അതുപോലെ തന്നെ പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള ഇരു മുന്നണികളുടെയും അപകടകരമായ പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വരികളും. അത് രണ്ടും സംസ്ഥാനത്തെ ജനാധിപത്യ വിശ്വാസികൾക്കും അതുപോലെ തന്നെ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പിന്റെ ഒരു ഹബ്ബാക്കി മാറ്റും എന്ന് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിനേക്കാൾ പുറകിൽ തുടങ്ങിയ IT വികസനമെല്ലാം പുറകിൽ തുടങ്ങിയ, IT പാർക്കുകൾ പുറകിൽ തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കർണാടകയും ആന്ധ്രയും പോലുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, അത് എങ്ങനെയാണ് വികസിച്ചത്, നമ്മളെക്കാൾ മുന്നിൽ എങ്ങനെയാണ് വികസിതം ഒരു സ്റ്റാർട്ടപ്പിന്റെയും അതുപോലെ തന്നെ IT വികസനത്തിന്റെയും ഒക്കെ കാര്യം മുന്നോട്ട് പോയത് എങ്ങനെയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിലും IT വികസനത്തിന്റെ കാര്യത്തിലും സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനും കൊച്ചിക്കും വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ BJPയുടെ ഒരു സഖ്യം, NDA സഖ്യകക്ഷികൾ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിൽ വലിയ സാധ്യതകളാണ്. അതിൽ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളും അദ്ദേഹത്തിന്റെ ഈ ഒരു സംരക്ഷണയും അദ്ദേഹത്തിന്റെ നൽകിയ വിശ്വാസവും അത് തിരുവനന്തപുരത്തിന് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ഈ തിരുവനന്തപുരത്തെ ഈ സംസ്ഥാനത്തിന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ഒരു നഗരമാക്കി മാറ്റും, ശുചിത്വവും അതുപോലെ തന്നെ സുരക്ഷയുമുള്ള ഒരു നഗരമാക്കി മാറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനം തിരുവനന്തപുരം നിവാസികൾക്ക് മാത്രമല്ല സംസ്ഥാനത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും ഒരു പ്രതീക്ഷ പകരുന്നതാണ്. മറ്റ് പ്രദേശങ്ങൾ, അതല്ലെ കൊച്ചിയോ അല്ലെങ്കിൽ പാലക്കാടും പോലുള്ള ചെറിയ ചെറിയ നഗരങ്ങൾക്ക് പോലും ഒരുപക്ഷെ തിരുവനന്തപുരത്തോടൊപ്പം എത്തുവാനും ഈ വികസനത്തെ മാതൃകയാക്കിക്കൊണ്ട് വികസിപ്പിക്കാനുമുള്ള ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു. പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്കിലേക്ക് അഴിമതിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പണം എങ്ങനെയാണോ ED കെട്ടിവെച്ച് പിടിച്ചെടുക്കുകയും അത് തിരിച്ചു നൽകാൻ ഇപ്പോൾ വളരെയേറിയ ശക്തിയായ രീതിയിൽ ശ്രമിക്കുന്നതും കുറെയൊക്കെ നൽകിയതും കണക്കി നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയിൽ നടത്തിയ കൊള്ളയുടെ പണവും ഇതുപോലെ കൊള്ളക്കാരിൽ നിന്ന് പിടിക്കുകയും അത് തിരിച്ചു നൽകുകയും എന്നുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനം സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും, പ്രത്യേകിച്ച് ജനാധിപത്യവാസികളും അയ്യപ്പ ഭക്തരും നോക്കിക്കാണുന്നത് വലിയ സന്തോഷത്തോടെയും പ്രതീക്ഷയോടുമാണ്. അതുകൊണ്ട് കേരളത്തിന് പൊതുവെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് വികസനത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഇരു മുന്നണികളും അത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. കൊടികൾ ഒന്നായാലും അവരുടെ അജണ്ട ഒന്നാണ്, ജണ്ട ഏക് ഹേ ബട്ട് അജണ്ട സെയിം ഹേ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ കേരളത്തിലെ ഇരു മുന്നണികൾക്കുള്ള താക്കീതാണ്. മുന്നണികളിൽ അഴിമതിയിൽ അകത്ത് കിടക്കുന്ന കൊള്ളക്കാരായ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കും മറ്റു പല കാര്യത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കും വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന ജനങ്ങൾക്ക്, അവർക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി ചെയ്തവരുടെ നിന്നും പണം അല്ലെങ്കിൽ അവർ കൊള്ള ചെയ്ത പണം തിരിച്ച് നൽകുവാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ കൊള്ളക്കാർക്ക്, പ്രത്യേകിച്ച് ശബരിമല കൊള്ളക്കാർക്കുള്ള ശക്തമായ താക്കീതാണ്. അത് ജനങ്ങൾ വലിയ കൈയോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ നന്ദി ശ്രീ PR ശിവശങ്കർ പ്രതികരിച്ചു.